ISRO കേസിന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ISRO കേസും ഇതിന്റെ ഭാഗമായിട്ട് എന്നോട് അപ്പം ഞാൻ എഴുതി കൊടുത്തു ISRO കേസ് അന്വേഷിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ അന്വേഷിക്കുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ലീഗലായിട്ട് ഈ കേസ് തിരിച്ചെടുത്ത് നിൽക്കില്ല, കാരണം വിത്തൗട്ട് സെൻട്രൽ കൺസെന്റ്. അതുകൊണ്ട് സെൻട്രൽ കൺസെന്റ് വാങ്ങിക്കണം. അന്ന് AG എനിക്ക് തോന്നുന്നു ഗുപ്ത, ഇന്ദ്രജിത്ത് ഗുപ്തയായിരുന്നു തോന്നുന്നു, CPI ആളായിരുന്നു ഹോം മിനിസ്റ്റർ. ഞങ്ങൾ കണ്ടായിരുന്നു ഇത് പറയാനായിട്ട്, ഞാൻ AG കൂടി സാങ്ഷൻ തരണം എന്നുള്ളത് പറയാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതി കൊടുത്തത് I will only start investigation when a court allows investigation. അല്ലാതെ ഞാൻ തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കെ കേരള ഹൈക്കോടതിയിലുണ്ടായ ഒരു വിധി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു, കേരള ഗവൺമെന്റിന്റെ ആക്ഷൻ കറക്റ്റാണ്, ദേ ക്യാൻ ടേക്ക് ബാക്ക് ദ കേസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം ഞാൻ ഇൻവെസ്റ്റിഗേഷൻ പിറ്റേ ദിവസം അത് മാറാനായിട്ട് പിറ്റേ ദിവസം തന്നെ അപ്പോഴേക്കും എൻ്റെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഉടനെ കേസ് ആരംഭിക്കണം, അത് ചെയ്യണം. ഞാൻ എറണാകുളം CJM കോടതിയിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറ്റാനായിട്ട് ലെറ്റർ കൊടുത്തു. പിറ്റേ ദിവസം അവർ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് സ്റ്റേ. അതിനിടയ്ക്ക് ഞാൻ ഈ 96 അതിനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഈ സമയത്ത് നമ്മൾ ഇതേപ്പറ്റി കുറേ വെരിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അൺഒഫീഷ്യലായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് സ്റ്റിൽ ഐ സേ ദാറ്റ് എന്താണ് നമ്മുടെ നമ്പി നാരായണൻ ഈസ് നോട്ട് എ സയന്റിസ്റ്റ്, ഹി ഈസ് നോട്ട് എൻ ഇന്നസെന്റ് പേഴ്സൺ. ഇന്നസെന്റ് ആസ് ഫാർ ആസ് എന്താ പറയുന്നത്, ഇയാൾ ഇപ്പം പറയുന്നത് പോലെ, അതായത് അമേരിക്ക നമ്മളെ തകർക്കാൻ വേണ്ടി അത് ചെയ്തതാണ് ഇത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റാണ്. ഹി വാസ് എ വുമണൈസർ, ഹി ഹാഡ് അഫയേഴ്സ് വിത്ത് മറിയം റഷീദ. കാരണം അതിനൊക്കെ വളരെ എൻ്റെ കയ്യിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് വേർ ഹി കനോട്ട് ആൻസർ ദാറ്റ്. നോബഡി ഹാസ് ആൻസർഡ് ഇറ്റ്. ഇപ്പം എല്ലാവരും വന്ന് പറയുന്നുണ്ട് അയാൾ ഇന്നസെന്റ് ആണ്, അയാൾ ഇതാണ്, കേസ് കള്ളക്കേസാണ്.